കമ്പ്യൂട്ടറിൽ നമ്മളോട് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളൊക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. പക്ഷെ മലയാളം ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. നമ്മൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന പോലെ അത്ര എളുപ്പം നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതും പ്രത്യേകിച്ച് ചില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ഒക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ചില്ലക്ഷരങ്ങൾ നമുക്ക് എങ്ങനെ മലയാളത്തില് ടൈപ്പ് ചെയ്യാമെന്നാണ്. അപ്പൊ നമ്മൾ നേരെ പോയി അങ്ങോട്ട് ടൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. നമ്മളുടെ കമ്പ്യൂട്ടറിനകത്ത് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഡെസ്ക്ടോപ്പിൽ തന്നെ ഏറ്റവും താഴെ. അപ്പൊ അവിടുന്ന് നമ്മൾ ഇംഗ്ലീഷ് ആണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത്. അത് സെലക്ട് ചെയ്തിട്ട് മലയാളം ആക്കണം. എന്നിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഏത് സോഫ്റ്റ്വെയർ ആണെന്ന് വെച്ചാൽ അത് ഓപ്പൺ ചെയ്യുക. ഇനി ഇന്ന് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കീബോർഡിലെ ഷിഫ്റ്റ് കീയും അതുപോലെ തന്നെ ആൽഫബറ്റ് ബിയും കൂടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഇന്ന് വരും. ഇനി ഇല്ല് വരണമെങ്കിൽ ഷിഫ്റ്റ് കീയും പ്രസ് ചെയ്യണം, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ സിമ്പിളും കൂടെ പ്രസ് ചെയ്യണം. ഇനി ഇറ് വരണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് കീബോർഡിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസിങ് കാണാനായിട്ട് സാധിക്കും. അതായത് ഓപ്പണിംഗും ഉണ്ട് ക്ലോസിംഗും ഉണ്ട്. നമുക്ക് ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ്, സ്ക്വയർ ബ്രാക്കറ്റ്. ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി, അല്ലാതെ ഷിഫ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയാം. നമുക്ക് ഇന്ന് വേണമെങ്കിൽ ഷിഫ്റ്റ് കീയും അതുപോലെ തന്നെ ആൽഫബറ്റ് ബിയും കൂടെ. ഇനി ഇല്ല് വേണമെങ്കിൽ ഷിഫ്റ്റ് കീയും അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ സിമ്പിളും. ഇനി ഇറ് വേണമെങ്കിൽ ഒരു ഷിഫ്റ്റ് കീയുടെ ആവശ്യം നമുക്കില്ല. ജസ്റ്റ് ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ഒന്ന്